എബോള വ്യാപനം അത് കിഴക്കൻ കോങ്കോയിൽ വലിയ പ്രശ്നമായി മാറുന്നു. എബോള കണ്ടെത്തി ഒരു മാസം കഴിയുമ്പോൾ അവിടെ 180-ലധികം ആളുകൾ മരിച്ചു എന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങൾ എന്താണ് നമുക്ക് അന്താരാഷ്ട്ര ഡെസ്കിൽ കിട്ടിയിരിക്കുന്നത് കൃഷ്ണ? എസ് കെ ഇതിലെ നമുക്ക് പോകേണ്ടത് 2026 ഫെബ്രുവരി 4 നടന്ന ഒരു ശവസംസ്കാര ചടങ്ങിലേക്കാണ്. ഇത് കിഴക്കൻ കോങ്കോയിലെ ബുനിയ എന്ന് പറയുന്ന ആശുപത്രിയിൽ നിന്ന്, ആ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് 44-കാരനായ ഒരു പാസ്റ്ററുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് ഒരു കൂട്ടം ബന്ധുക്കൾ ഒരു നിസാൻ SUV-യിൽ പോവുകയാണ്. നമുക്കറിയാം കോങ്കോയിലെ റോഡുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആ റോഡുകളിൽ കൂടി ഈ നിസാൻ SUV പോകുമ്പോൾ ഈ ശവപ്പെട്ടി തകരുകയും ഇവര് ഈ മൃതദേഹം കൈകാര്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആരിൽ നിന്നാണ് ഇത് പടരുന്നത് എന്നൊരു അന്വേഷണത്തിലായിരുന്നു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. അപ്പോൾ പേഷ്യന്റ് 0 എന്നാണ് ആ പേരിട്ടിരുന്നത്, ആരാണെന്ന് അറിയില്ല. അപ്പോൾ ആ അന്വേഷണം ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് ഈ ഒരു ശവസംസ്കാര ചടങ്ങിലേക്കാണ്. ഈ പാസ്റ്ററിന് ഈ പറയുന്ന ബൂന്തി ബ്യൂഗോ എന്ന് പറയുന്ന ഇപ്പോൾ വ്യാപിക്കുന്ന ഈ എബോളയുടെ വൈറസ് ഉണ്ടായിരുന്നെന്നും ആ ശവസംസ്കാര ചടങ്ങിൽ അന്ന് പങ്കെടുത്ത 20ഓളം പേർക്ക് ഈ വൈറസ് ബാധിച്ചു എന്നുമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന കണ്ടെത്തൽ. അപ്പോൾ അങ്ങനെ ഒരു ശവസംസ്കാര ചടങ്ങിൽ നിന്ന് ഒരു എബോള വ്യാപനം റിപ്പോർട്ട് ചെയ്യുന്നു. 1976 എബോള ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 17ാമത്തെ തവണയാണ് ഇപ്പോൾ കോങ്കോയിൽ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഇറ്റൂരി അടക്കമുള്ള കിഴക്കൻ മേഖലകളിൽ രോഗം വ്യാപിക്കുന്നത്. അപ്പോൾ ഈ രോഗവ്യാപനം ഇപ്പോൾ കഠിനമാണ്. 180 മരണങ്ങളാണ് ഈ ഒരു മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 800 പേരിലേറെ പേർക്ക് എബോള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിദിന എബോള കേസുകളുടെ എണ്ണം റെക്കോർഡ് കടന്നിരിക്കുകയാണ്. 72 എബോള കേസുകളാണ് പ്രതിദിനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇതിൽ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ ബാധിക്കുന്നത്. ഈ കോങ്കോയുടെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. കാരണം അവിടെ ഫണ്ട് കുറവാണ്, ചികിത്സാ സൗകര്യങ്ങൾ എബോളയ്ക്ക് അല്ലെങ്കിൽ തന്നെ വാക്സിനും ചികിത്സാ സൗകര്യങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ആശങ്കയായിട്ട് ആഫ്രിക്കയിലുണ്ട്. ഇന്ത്യയിലോ മറ്റു രാജ്യങ്ങളിലോ വ്യാപിച്ചിട്ടില്ല. പക്ഷേ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന യാത്രക്കാർ 21 ദിവസത്തെ ജാഗ്രത പാലിക്കണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഭയത്തിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ രാജ്യത്ത്. പക്ഷേ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരത് പ്രതിസന്ധിയായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.